ഗൈസ്, സോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈക്ക് എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. സോ കോഡ് കണ്ടിട്ട് നിങ്ങൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആവണ്ട. ലൈക്ക് ലേറ്റർ ഓൺ ഞാൻ എല്ലാം ഡിഫൈൻ ചെയ്യും, ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫ്രം ദി ഡാറ്റ ടൈപ്സ് ഒക്കെ തൊട്ട് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താ ഫംഗ്ഷൻ എന്നൊക്കെ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു ബേസിക് ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു HTML-ഉം ഒരു ജാവാസ്ക്രിപ്റ്റും പിന്നെ CSS ഫയലൊക്കെ ഉണ്ടാക്കിയ ചെറിയ ആപ്ലിക്കേഷൻ ഞാൻ GitHub-ൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ URL ഞാൻ കമൻസിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ ഗിറ്റ് അറിയണവർക്ക് വേണമെങ്കിൽ ക്ലോൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലാന്ന് ചുമ്മാ സിപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ഡൗൺലോഡ് ആയി കിടന്നോളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിപ്പ് ഫയലാണ്. ഓക്കെ, ആ സിപ്പ് ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇൻഡെക്സ് ഉണ്ടാവും, അസറ്റ്സും ഇൻഫോ ഉണ്ടാവും. 3 ഫോൾഡർ ഉണ്ടാവും. ഗിറ്റ് ഉണ്ടാവില്ല, ഗിറ്റ് ഞാൻ ക്ലോൺ ചെയ്തുകൊണ്ടാണ് ഗിറ്റ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ 3 ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ index.html ഫയലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. സോ ഒന്നും എഴുതിയിട്ടില്ല കാര്യമായിട്ടുള്ളത്. ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ലൈക്ക് എന്താ പറയുക, ഒരു വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചുമ്മാ കുറച്ച് ഡാറ്റ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഒരു കോഡ് ഇട്ടിട്ടുള്ളത്. സോ എൻ്റെ VS കോഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് ബെറ്റർ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് VS കോഡൊക്കെ ആകുമ്പോൾ. ഓക്കെ, ഞാനപ്പോൾ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ VS കോഡിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ നോക്കണം. സോ ഇപ്പം നമുക്ക് കാണാൻ പറ്റി index.html സോ പിന്നെ 2 ഫോൾഡർ ഉണ്ട്, അസറ്റ്സും ഇൻഫോ എന്നും പറഞ്ഞിട്ട്. ഇത് ലോഡ് ചെയ്യാണ്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അസറ്റ്സ് ഇൻഫോ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. സോ അസറ്റ്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇമേജസ്, സ്ക്രിപ്റ്റ് സ്റ്റൈൽസ് കാണാൻ പറ്റും. ഇൻഫോയിൽ ഡൈനാമിക്കും രണ്ട് HTML ഫയൽ അഡീഷണൽ നിങ്ങൾക്ക് കാണാനും പറ്റുകയും ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു HTML ഇത് ഓപ്പൺ ചെയ്യാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് റോ HTML ആണ് എന്നുള്ളത്. ഞാൻ ആ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ VS കോഡിൽ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് ഓപ്പൺ ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റോ HTML നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ എന്താ പറയുക, HTML മാത്രമേ ഉള്ളൂ, ജാവാസ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല ഇപ്പോൾ കറൻ്റ്. പിന്നെ കുറച്ച് CSS-ഉം എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇവിടെയൊക്കെ കുറച്ച് CSS-ഉം ക്ലാസ്സൊക്കെ നമ്മൾ കൊടുത്ത് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും എഴുതിയിട്ടില്ല. സോ ആ ഒരു സ്ക്രീനാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ HTML-നെ നമ്മൾ റോ HTML ആക്കി നോക്കുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ HTML ഓപ്പൺ ചെയ്തൊക്കെ കാണാൻ പറ്റും. ഇവിടെ 2 ലിങ്ക് ഉണ്ട് നമ്മുടെ ഡൈനാമിക് ഇൻ്റർപ്രറ്റഡ് വീക്ക്ലി ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും dynamic.html-ലേക്ക് പോകണത്, അല്ലെങ്കിൽ വീക്ക്ലി ടൈപ്പിൽ വന്ന വേറെ HTML വീക്ക്ലി type.html ആ ഒരു ഫയലിലേക്ക് പോകണം. ആ ഫയലൊക്കെ നമ്മുടെ ഉണ്ട് ഓൾറെഡി, ഇൻഫോണിനുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഭയങ്കര ട്രഡീഷണൽ വേ ആണ്. പഴയ കാലത്ത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് അയച്ചു സർവറിലേക്ക്, എന്നിട്ട് ഈ പുതിയ പേജൊക്കെ നമ്മൾ ലോഡ് ചെയ്തെടുക്കും. നമുക്ക് ഈ കാണുന്ന പേജ് ഉണ്ടല്ലോ പുതിയത്, ഇത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേജ് നമുക്ക് ഇവിടേക്ക് വരും, കിട്ടും, അത് നമുക്ക് കിട്ടും. സോ കറൻറ്റ്ലി ഇത് ഇപ്പോൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ വരുന്നത്, ഇവിടേക്ക് വരുന്നത്. ഇപ്പം നമുക്കിത് ഗൂഗിളിൽ ഇടുകയോ അല്ലെങ്കിൽ ആമസോണിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ പുതിയ പേജ് നമുക്ക് എടുക്കണം. അത് പക്ഷേ ഭയങ്കര ട്രഡീഷണൽ വേ ആണ്. മോഡേൺ വേയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ പേജ് നമ്മൾ ലോഡ് ചെയ്യില്ല. ഈ പേജിൽ ലോഡ് ചെയ്യുന്ന പകരം ആ ഡാറ്റ നമ്മൾ ഇതേ പേജിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ. ഓക്കെ, സോ അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് HTML ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതേ പേജിൽ നമ്മൾ സ്റ്റേ ചെയ്യും, ഡാറ്റ കൊണ്ടുവരും. അത് എന്താ പറയുക, പുതിയ പേജിൽ കൊണ്ടുവരുന്ന പകരം ഇതേ പേജിലേക്ക്
നമുക്ക് ആ ഡാറ്റ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കുക. സോ അതിനാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉപയോഗം വരുന്നത്. ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഉപയോഗമൊക്കെ വരിക. ഓക്കെ, സോ നമ്മളിപ്പോൾ അസറ്റ് ഫോൾഡറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ഇപ്പോൾ അസറ്റ്സ് ഫോൾഡറിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രിപ്റ്റ്സ് കണ്ടു, സ്ക്രിപ്റ്റ്സിൽ app.js കണ്ടു. ഈ ഒരു ഇത് കണ്ടോ, ഈ ജാവാസ്ക്രിപ്റ്റ് ആക്ച്വലി നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചു, യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ HTML നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്കത് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഈ കോഡ് കണ്ട് ഇത് കൺഫ്യൂഷൻ അടിക്കേണ്ട, കാരണം ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് ലേറ്റർ ഓൺ. ഇപ്പോൾ ഞാൻ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ HTML ഈ app.js നമ്മൾ യൂസ് ചെയ്തില്ല HTML, അത് നമുക്ക് യൂസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ HTML നമ്മൾ പോയിട്ട് HTML നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ആഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ഹെഡ് ടാഗ് നമുക്ക് ഇവിടെ ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഹെഡ് ടാഗിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മൾ വിളിക്കുകയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാൻ ശ്രമിക്കണം ആക്ച്വലി. ഓക്കെ, സോ ഈ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയണം നമുക്കൊരു സ്ക്രിപ്റ്റാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ എഴുതാണ് എന്താണെന്ന് വെച്ചാൽ എന്താണ് സ്ക്രിപ്റ്റ്, എവിടെയാണ് സ്ക്രിപ്റ്റ് ഉള്ളത് നോക്കി നമ്മൾ മെൻഷൻ ചെയ്യും, സോഴ്സ് ഫയൽ. സോ ആ സോഴ്സ് നമ്മൾ എവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ അസറ്റ്സ് സ്ക്രിപ്റ്റ്സ് app.js. സോ അസറ്റ്സിൽ സ്ക്രിപ്റ്റ്സിനുള്ള app.jsനുള്ള നമുക്ക് ഈ ഫയലുണ്ട്, ഇത് ആക്സസ് ചെയ്യാനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഞാനത് സേവ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ബട്ടൺ ഇത് നമുക്കിവിടെ ഇതുണ്ടല്ലോ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജ് ലോഡ് ആവുന്നത്, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് അതേ ഡാറ്റയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ താഴത്തേക്ക് പോയിട്ട് ഒരു ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ വീക്ക്ലി ടൈപ്പ് ഇട്ടത് ഉണ്ടാവും ഈ HTML. സോ ഞാൻ പറയും എനിക്ക് HTML ലോഡ് ചെയ്യണ്ട, ഈ ലോഡ് ചെയ്യണതിൻ്റെ പകരം നമ്മൾ ഒന്നും ലോഡ് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഹാങ്കർ ടാഗിൽ ഹാഷ് കൊടുത്താൽ മതി. ഓക്കെ, ഹാഷ് കൊടുത്തിട്ട് എന്നിട്ട് ഞാനൊരു പ്രോപ്പർട്ടി അഡീഷണൽ എഴുതുന്നുണ്ട്, ഡാറ്റ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വിളിച്ചിട്ട് എന്നിട്ട് അതിൽ ഞാൻ ഇപ്പോൾ ഡൈനാമിക് അല്ലേ നമ്മൾ എഴുതുന്നത്, അപ്പോൾ ഡൈനാമിക് ഇപ്പോൾ ഈ ഡാറ്റ ഇതുള്ള ഇൻഫർമേഷൻ നമ്മൾ കാണിക്കുന്നത്, ഇത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത ഇനി ഒരു പ്രോപ്പർട്ടി കൂടി ആഡ് ചെയ്യാൻ വെച്ചാൽ ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കേസിൽ. ക്ലാസ് വന്നിട്ട് ഞാൻ ഇൻഫോ മോഡൽ ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, സെയിം കേസ് തന്നെയാണ് നമ്മൾ വീക്കിലി ടൈപ്പിലും കൊടുക്കുന്നത്. ഇത് ഹാഷ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഡാറ്റ ടെക്സ്റ്റ് നമുക്ക് വീക്കിലി ടൈപ്പിൽ ഡാറ്റ എടുക്കാം, കോപ്പി വീക്കിലി ടൈപ്പ് ഡാറ്റ നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇതേ ക്ലാസ് നമ്മൾ മെൻഷൻ ചെയ്യണം, സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാനൊരു ഡൈനാമിക് ഇൻറ്റർപ്രറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റിയ സൈഡിൽ ഡാറ്റ വന്നിട്ടില്ല. ഓക്കെ, നമുക്കൊരു ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത്ര ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റിൽ ഈ ഒരു എവിടെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്, ഇവിടെ ഈ സ്ക്രിപ്റ്റിൽ ഇവിടെ നമ്മൾ ഒരു കീവേഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനെന്ന് വെച്ചാൽ ഡിഫർ എന്ന് പറയും. സോ ഡിഫർ കീവേഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിഫർ കീവേഡ് എന്താണെന്ന് വെച്ചാൽ അത് കൺട്രോൾ ചെയ്യാനാണ് എപ്പോഴാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫർ യൂസ് ചെയ്യും. പക്ഷേ ഈ ഡിഫറിൻ്റെ ഞാൻ കുറച്ചുകൂടി ഇലാബറേറ്റഡ് വീഡിയോ ഞാൻ ലേറ്റർ ഓൺ ചെയ്തു തരാം നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ചെയ്തത്. ഓക്കെ, ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നേരെ ഒന്ന് റീലോഡ് ചെയ്തിടാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡൈനാമിക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു ഓവർലേ പോലെ എടുത്തിട്ട് ആ ഡാറ്റ ഡൈനാമിക്കലായിട്ട് ആഡ് ചെയ്യണം നമ്മുടെ വെബ് പേജിൽ. ഓക്കെ, സോ ഇതിൽ നമ്മുടെ പുതിയ പേജ് ലോഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഇതേ ഡാറ്റ JS-ൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നമ്മൾ ഓവർലേ ആയിട്ട് കാണിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വീക്കിലി ടൈപ്പ് ഇടും, സെയിം ഡാറ്റ തന്നെ ലൈക്ക്
വേറെ ഡാറ്റ വീക്ക്ലി ടൈപ്പിൽ കറസ്പോണ്ടിങ് ഡാറ്റ നമ്മൾ പേജിൽ ലോഡ് ചെയ്യേണ്ട വരും അതേ ഡാറ്റ എടുത്ത് നമ്മളിവിടെ കാണിക്കുക ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഡൈനാമിക്കിലും വീക്ക്ലി ടൈപ്പിലുള്ളത്. ഓക്കെ, നമ്മളിനി കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇലാബറേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയും വീക്ക്ലി ടൈം ഡൈനാമിക് ആണ് സംഭവം, വീക്ക്ലി ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇൻ്റർപ്രിറ്റഡ് ആണ്, റൺ ടൈമിലാണ് റൺ ടൈമിലാണ് ചെക്ക് ചെയ്യുന്നത് കമ്പിയിലൊക്കെ. പിന്നെ അത് ഹോസ്റ്റഡ് വേറെ എൻവയോൺമെൻറ്റിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഈ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിലാണ് റൺ ആവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുറേ ടേംസ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇൻ്റർപ്രിറ്റഡ്, ഹോസ്റ്റഡ്, ഡൈനാമിക്, വീക്ക്ലി ടൈപ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യാം അപ്കമിങ് വീഡിയോസിൽ. സോ ഞാനിവിടെ കാണിച്ചു വെച്ചാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഇക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്തത്. സോ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടിയും ബേസിക്സ് ആയിട്ട് നമുക്ക് ഒന്നുകൂടിയും ഇത് കണ്ടിന്യൂ ചെയ്യാം, എന്താണ് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.